യെസ്, പറയൂ. സ്പിരിറ്റ് മാഫിയയെ കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എനിക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് സാറിന്റെ കൈവശമുണ്ട്. സ്പിരിറ്റ് കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിടയിൽ സസ്പെൻഷനിലായ പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് സാറിന് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ കഴിയും. വായനക്കാർക്ക് എരിവും പുളിയും ഹരമൊക്കെ ഉള്ളൊരു ടോപ്പിക്കാണത്. ബട്ട് യു നോ, സ്പിരിറ്റ് ഈസ് ഹൈലി ഇൻഫ്ലൈമബിൾ. ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും കൂട്ടുപിടിച്ച് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പേരിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം സ്പിരിറ്റ് രാജാക്കന്മാരുടെ ഇടയിലേക്കാണ് രഞ്ജിനി ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ഇതിൽ എന്തുമാത്രം റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് രഞ്ജിനിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാറ്ററിന്റെ സീരിയസ്നെസ് മുഴുവൻ മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഐ അപ്രീഷിയേറ്റ് യുവർ കറേജ്. ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്തു തരേണ്ടത്? അത് ആദ്യം നമുക്ക് സാറിന്റെ സസ്പെൻഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താ? എന്താ രാഘവന്നാരെ? ഒന്നുമില്ല സാർ, ഈ ലോറികൾ. അതെ, നമ്മുടേത് തന്നെ. അല്ല, പെട്ടെന്നൊരു മെസ്സേജും ഇല്ലാതെ ഇങ്ങനെ. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ കൂടെ എസ്കോർട്ടായിട്ട് വന്നത്. കുരച്ച അതും കൊടുത്തേക്ക്. ഇതേ സോഷ്യലിസത്തിന്റെ കാലമാ. എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കണം. ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല. കാശ് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും തരാം. സർക്കാരിന്റെ സ്റ്റാഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതാണ് ശർമാജിയുടെ പോളിസി. എന്നാ ലോറികൾ പോട്ടെ. മാറിക്കണോ എന്ന് നോക്കിക്കേ, അല്ല മാറണോട്ടെ. ലോറി പോട്ടെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ലോറികളൊക്കെ ചെക്ക് ചെയ്തു സാർ. ചെയ്യടോ. ചെക്ക് ചെയ്യാനൊന്നും ഇല്ല സാറേ. ഇത് നിറച്ചും സ്പിരിറ്റാ, അനധികൃത സ്പിരിറ്റ്. പ്ലീസ്. സാറ് പുതുതായിട്ട് ചാർജ് എടുത്തതായിരിക്കും, അതുകൊണ്ടാണ് എന്നെ പരിചയമില്ലാത്തത്. എന്റെ പേര് ശർമ്മ. സ്നേഹമുള്ള ഒരു ശർമാജിന്ന് വിളിക്കും. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മിഷൻ എന്താണെന്നും ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. നല്ല യങ് ബ്ലഡ് ആണ്. തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. സോറി, യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ഓഫീസറെ കൊച്ചനെ എന്നൊക്കെ വിളിക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണെന്ന് അറിയാം. പക്ഷേ രക്ഷയില്ല, ശീലിച്ചു പോയി. ഞാൻ പറഞ്ഞത് എത്ര വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോളൂ. പറഞ്ഞോ. നിനക്ക് 58 വയസ്സ് വരെ പോലീസ് സർവീസിൽ ഇരുന്നാ കിട്ടുന്ന മൊത്തം ശമ്പളത്തിന്റെ ഇരട്ടിയും അതിന്റെ പലിശയും ഇപ്പൊ തന്നെ തന്നേക്കാം. എന്താ, നല്ലൊരു ബാർഗൈൻ അല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. വിഷമിക്കേണ്ടി വരും, വളരെ വിഷമിക്കേണ്ടി വരും. മിസ്റ്റർ ശർമ്മ, നിങ്ങളുടെ സ്പിരിറ്റ് ലോബിയെ കുറിച്ച് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. പറയടോ. പറയാം. 25 കോടി ലിറ്റർ സ്പിരിറ്റ് ആവശ്യമുള്ള നമ്മുടെ നാട്ടിൽ കേവലം 3 കോടി മാത്രമേ സപ്ലൈ ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നുള്ളൂ. ശേഷിക്കുന്ന 22 കോടി ലിറ്റർ കേരളത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് അവശത അനുഭവിക്കുന്ന നമ്മുടെ പാവം സർക്കാരിന് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായമല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. ഈ ഇട്ടിരിക്കുന്ന യൂണിഫോം പോലും ഞങ്ങളുടെ കാശ് കൊണ്ടാ സർക്കാർ വാങ്ങിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാറിനെ പോലുള്ളവരെ നിലനിർത്തുന്നത് തന്നെ ഞാനാ. അങ്ങനെയുള്ള എന്നെ മിസ്റ്റർ ജയചന്ദ്രൻ ദുഃഖിക്കേണ്ടി വരും. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് മിസ്റ്റർ ജയചന്ദ്രൻ. താങ്ക് യു സർ. എക്സൈസ് മിനിസ്റ്റർ ലൈന് കിട്ടിയില്ല, ഓഫീസിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഹലോ. യെസ് സർ. സർ സർ ഓക്കെ സർ. മിനിസ്റ്ററാണ്. ശർമ്മയെ കസ്റ്റഡിയിലെടുത്തേണ്ട ഡീറ്റെയിൽസ് പ്രസിന് കൊടുക്കണമെന്ന്.
അദ്ദേഹവും പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. തന്റെ ഭാഗ്യം തെളിഞ്ഞിടൂ. ഒരു പ്രമോഷൻ ഉറപ്പാ. താങ്ക് യു സർ. ആ പിന്നെ മിനിസ്റ്റർക്ക് ആദ്യം ശർമ്മയെ നേരിട്ടൊന്ന് കാണണമെന്ന്. കമോൺ, ലെറ്റ് us മൂവ്. സർ, മിസ്റ്റർ ജയചന്ദ്രൻ, അസിസ്റ്റന്റ് കമ്മീഷണർ. മിടുക്കൻ. ഗട്സ് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ട പോലീസ് ഓഫീസർ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ലെറ്റ് us മൂവ്, സർ. സമാന്തര സർക്കാരിന്റെ അധിപനെ ഒന്ന് കാണട്ടെ. ശർമ്മയുമായി ഉടക്കിയാൽ സർക്കാർ നിലംപതിക്കുമെന്നല്ലേ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചത്. ഇതാരാ? എന്റെ പേര് വാസുദേവ ശർമ്മ എന്നാ. ഞാൻ കോയമ്പത്തൂർ ചെറിയൊരു ബിസിനസ് നടത്തുന്ന ആളാ. ഞാൻ ഈ സാറിനോട് തൊഴുതു പറഞ്ഞതാ സാർ ഉദ്ദേശിക്കുന്ന ശർമ്മ അല്ല ഞാനെന്ന്. സാറ് മദ്യപിച്ച് ലക്കേട്ടൊരു അവസ്ഥയിലായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞൊന്ന് സമ്മതിച്ചു തരാൻ തയ്യാറായില്ല സാർ. ഒരു സുപ്പീരിയർ ഓഫീസറെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ മടിച്ചിട്ടാണ് സാർ. ഇന്നലെ ജയചന്ദ്രൻ സാറ് സ്വഭാവത്തിലല്ലായിരുന്നു. സാർ, ഇവരെല്ലാം കൂടി ചേർന്ന് ശർമ്മയെ... നോ, എനിക്കിനി ഒന്നും കേൾക്കണമെന്നില്ല. ഇനിയിപ്പോ പത്രക്കാരോട് ഞാൻ ഈ മിനിസ്റ്ററുടെ ഇമേജ്... സർ, മിസ്റ്റർ ജയചന്ദ്രന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, സർ. അമിത മദ്യപാനം എന്നത് ഒഴിച്ചാൽ ഈസ് എ വെരി സിൻസിയർ പോലീസ് ഓഫീസർ. നെഗ്ലിജൻസ്, കറപ്ഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ്. അവന്റെ സസ്പെൻഷൻ 1 കൊല്ലം വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. കഴിഞ്ഞ 6 മാസമായി ജയചന്ദ്രൻ മെന്റലി അബ്നോർമൽ ആണെന്നും ട്രീറ്റ്മെന്റിന് സ്ഥിരമായി തന്റെ അടുക്കൽ വരാറുണ്ടെന്നും മൊഴി തരാമെന്ന് ഡോക്ടർ കൃഷ്ണമോഹൻ എത്തുന്നു, സർ. വെരി ഗുഡ്. ചുരുക്കത്തിൽ നിങ്ങളെല്ലാവരും കൂടെ നല്ലൊരു ഓഫീസറെ പോലീസ് സർവീസിൽ നിന്ന് കളയും അല്ലേ? എന്താ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ശർമ്മയൊന്നും മിണ്ടാതിരിക്കുന്നത്? അല്ല, ഇവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധിയായി അമേരിക്കയിൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടേ. അതിന് അല്ല, ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ ആകാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയോടൊന്ന് പറഞ്ഞ്... എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തനിക്ക് എന്റെ പഴയ അണ്ടി കച്ചവടമാണ് നല്ലത്. അതല്ല ഇവിടെ പ്രശ്നം. പിന്നെ സസ്പെൻഷനിലായെന്ന് കരുതി ജയചന്ദ്രൻ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശർമാജി... താൻ കിടന്ന് പിടയ്ക്കാതോ. ഡിപ്പാർട്ട്മെന്റിലും ന്യൂസ് മീഡിയയിലും നമുക്ക് സ്വാധീനമുള്ളിടത്തോളം കാലം ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പിന്നെ നിയമസഭയിൽ ഈ വക പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട പ്രതിപക്ഷത്തിന്റെ വായ ഞാൻ നോട്ടുകെട്ടുകൾ കൊണ്ട് തുന്നിക്കെട്ടിയിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ ഒഴുക്കുന്ന സ്പിരിറ്റിനേക്കാൾ കൂടുതൽ കാശും സ്വർണവും എല്ലാവരുടെയും പോക്കറ്റിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. നിങ്ങളുടെ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ എന്റെ പാരലൽ ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ച. മനസ്സിലായല്ലോ? അനന്തരാമ ശർമ്മ എന്ന സ്പിരിറ്റ് മാഫിയ കിങ്ങിനെ അറസ്റ്റ് ചെയ്തതിന് എനിക്ക് കിട്ടിയ റിവാർഡ് സസ്പെൻഷൻ. പക്ഷേ ഇവിടെ ഭരണം നടത്തുന്ന അവിശുദ്ധ പൂജാരിമാരെയും അവർക്ക് പുണ്യാകം തെളിക്കുന്ന പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർമാരെയും എന്നെങ്കിലും ഒരു ദിവസം ഞാൻ എക്സ്പോസ് ചെയ്യും. സാറിന്റെ ഡിറ്റർമിനേഷൻ എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. സ്പിരിറ്റ് ലോബിയുമായുള്ള സാറിന്റെ യുദ്ധത്തിന്റെ കമന്ററി മാത്രം മതിയാവും എന്റെ ഫീച്ചറിന്റെ 50% നിറയാൻ. പത്രങ്ങളിലൊന്നും ഇതുവരെ വരാത്ത രീതിയിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് സ്പിരിറ്റ് കേസിനുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് രഞ്ജിനിക്കാ. ബട്ട് ഇറ്റ് ഷുഡ് ബി വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കോടതി കയറി ഇറങ്ങാനും സമയം ഉണ്ടാവും. തന്നെയല്ല, ഒരു ലേഡി ജേർണലിസ്റ്റ് എന്ന നിലയിൽ രഞ്ജിനിക്ക് എത്രമാത്രം എവിഡൻസ് കളക്ട് ചെയ്യാൻ കഴിയുമെന്ന് ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ഒരു ലേഡിക്ക് ലിമിറ്റേഷൻസ് ഉള്ളതുപോലെ പ്ലസ് പോയിന്റ്സ് ഉണ്ട് സർ. ഇപ്പോഴത്തെ പീരിയോഡിക്കൽസിലെ സ്കൂപ്പുകളും ഹോട്ട് ന്യൂസുകളും കൂടുതലും ഫ്ലാഷ് ചെയ്യുന്നത് വനിതാ റിപ്പോർട്ടേഴ്സ് ആണ്. ഗുഡ്. ഈ ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ജയചന്ദ്രൻ സാറ് ഈ സ്പിരിറ്റ് മാഫിയയെ കുറിച്ച് വളരെയധികം ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഓഹോ. ഒരു ഒഫീഷ്യൽ ട്രിപ്പ് നടത്താനുള്ള പെർമിഷൻ സാറ് തരണം. ഒരു 3-4 ദിവസത്തേക്ക്. പൊയ്ക്കോളൂ, പക്ഷേ ഒറ്റയ്ക്ക് വേണ്ട. ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൂട്ടിക്കോളൂ. ലെറ്റ് ഇറ്റ് ബി എ കമ്പൈൻഡ് എഫർട്ട്. കേക്കേണ്ട സാറ് വരാൻ തയ്യാറായിരിക്കും. ഏയ് വേണ്ട വേണ്ട, അയാളൊന്നും കൊണ്ടുപോകണ്ട. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ബോധം ഉണ്ടാവില്ല. ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കോളൂ. ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. എന്താ? മതി സർ. ദെൻ ക്യാരി ഓൺ. താങ്ക് യു സർ.
കൂടെ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഫീച്ചർ നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ വരുത്താം എന്ന് രഞ്ജിനി പറഞ്ഞതിനോട് മാത്രം എനിക്ക് യോജിപ്പില്ല. ഫീച്ചറിന്റെ ഐഡിയ രഞ്ജിനിയുടേതാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റും രഞ്ജിനിക്ക് തന്നെ കിട്ടണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മെറ്റീരിയലൈസ് ആയാലല്ലേ ക്രെഡിറ്റിന്റെ ഒക്കെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ബി ഓപ്റ്റിമിസ്റ്റിക്. എല്ലാം മംഗളമായിട്ട് നടക്കുന്നേ. ആ സമയമായി, ഞാൻ ഇറങ്ങട്ടെ. രാവിലെ റെഡിയായി നിന്നാ മതി, ഞാൻ ഇതുവഴി വരാം. ഓക്കെ, ശരി. ഹലോ സർ. മിടുക്ക മിടുക്ക. വാസസ്ഥലത്തു വന്ന് കണ്ടാൽ തരുണിതൻ മനസ്സിൽ അനുരാഗമായിരിക്കും എന്നൊരു പ്രശസ്ത കവി എഴുതിയ വരികൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നീ എന്റെ കരയരുത് കാമിനി ഞാനൊരു കാപ്പിരി എന്ന കവിതാ സമാഹാരം വായിച്ചിട്ടില്ലെന്നർത്ഥം. അത് ശരി. കിഴക്കേടത്തിന്റെ ആത്മകഥ കവിതാ സമാഹാരമായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അല്ലേ? എനിക്ക് തിരിച്ചങ്ങോട്ട് വരാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, അതൊക്കെ പോട്ടെ. നീ വാ. കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി? എന്തെന്നാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്ക് രഞ്ജിനിയോട് സ്നേഹമാണെന്ന കാര്യം ആ കുട്ടി അറിയിച്ചോ? ഇല്ല. വേണ്ട, പതുക്കെ മതി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാങ്കോ ആമ്പിള്ളേർ അടിച്ചോണ്ട് പോവും. ഉണ്ണി, സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രം ഒന്നും പിന്നീടെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. വലിയ ദുരന്തങ്ങൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി സോറി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇന്ന് എത്ര എണ്ണം അടിച്ചു? സത്യം പറ. ചുമ്മാ അല്ല. മദ്യത്തിന്റെ പുറത്ത് പറയാനെന്ന് കരുതരുത്. എനിക്ക് പറ്റിയ മണ്ടത്തരം എന്റെ അനിയന് പറ്റരുത്. എത്രയും പെട്ടെന്ന് നിന്റെ മനസ്സിലുള്ളത് നീ രഞ്ജിനോട് തുറന്ന് പറയണം. നീ പേടിക്കാണ്ടിരിക്കേ, എല്ലാം മംഗളമായിരിക്കും. ശുഭം. ജയചന്ദ്രൻ സാറും പാലക്കാട്ടേക്ക് പോകാനിരുന്നതാ. സാറിന്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് നമുക്കാണ്. കേറ്, കാര്യങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. സോ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒന്നിക്കുകയാണല്ലേ ഉണ്ണികൃഷ്ണൻ? ഇത് നമുക്ക് മെമ്മറബിൾ ആക്കണ്ടേ? വീരപ്പന്റെ തലയ്ക്ക് 40 ലക്ഷം രൂപ. ഓ, ഇത്രയും വലിയ തലയോ? അവിടെ പോയി അവനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്താലോ? ഉണ്ണികൃഷ്ണ, ആ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ രഞ്ജിനിയുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോ? ഗണപതി ക്ഷേത്രത്തിൽ ഞാൻ ഇന്നലെ നിന്റെ പേര് അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട്. എന്താ വലിയൊരു സസ്പെൻസ്? കാര്യം തുറന്നു പറയടോ. ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. സോറി എന്നുള്ളൊരു മറുപടി എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. എന്റെ സ്നേഹം എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ.
മാറ്ററിന് സപ്പോർട്ടായിട്ട് ആവശ്യത്തിന് ഫോട്ടോഗ്രാഫ്സും മെറ്റീരിയൽ എവിഡൻസും ഉണ്ട്. നോ, ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. സർ, പത്രത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ നിലനിൽപ്പിനെ അഡ്വേഴ്സായി ബാധിക്കുന്ന ഒരുപാട് മാറ്റേഴ്സ് ഇതിലുണ്ട്. പക്ഷെ സർ, നമ്മുടെ പ്രതിബദ്ധത. എനിക്കൊന്നും കേൾക്കണ്ട. അന്ന് കെമിക്കൽ ഫാക്ടറി ഫീച്ചർ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ MDH എന്നതിന് കാര്യം സാധിച്ചു. പക്ഷെ ഇത്തവണ അത് ആവർത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. സോറി സർ, ഇത് വളരെ മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ മറയിൽ ഡൗൺ ആക്കാനേ സാറിന് കഴിയൂ. ഓഹോ, എന്റെ സ്റ്റാൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കട്സായി അല്ലേ? കൂട്ടുകാർ തന്ന കോൺഫറൻസ് ആയിരിക്കും. എന്നാ കേട്ടോളൂ, ഒരു കാരണവശാലും തന്റെ ഈ മാറ്റം വിളിച്ചു കാണാൻ പോകുന്നില്ല. യു ക്യാൻ ഗോ. ഐ എക്സ്പെക്ട് അല്ലേ വേണ്ട. ഇതിനെയാണ് പച്ച മലയാളത്തിൽ തെമ്മാടിത്തരം എന്ന് പറയുന്നത്. അയാൾ ചീഫ് എഡിറ്റർ അല്ല, ചീഫ് എഡിറ്റർ ആണ്. നമ്മൾ ക്ഷമിക്കും തോറും അയാളുടെ ഭരണം കൂടിക്കൂടി വരികയാണെന്നേ. എല്ലാം സഹിക്കാം. നമ്മളല്ല എന്തോ ഗുരുതരമായ തെറ്റ് ചെയ്ത മട്ടില്ല കൈമൾ സാറിന്റെ പെരുമാറ്റം. ആ മാറ്റർ കംപ്ലീറ്റ് കീറി കളഞ്ഞില്ലേ? ഇനിയിപ്പോ അഴിച്ചാൻ കുഴിച്ച ഒന്നേന്ന് എഴുതി തുടങ്ങണമല്ലോ. അത് സാരമില്ല, എന്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ട്. ഹൗ ഇന്റലിജന്റ് യു ആർ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ആ ഇക്കണക്കിന് പോയാൽ നമ്മുടെ പത്രം SS ഗ്രൂപ്പുകാരുടെയും ശർമ്മയുടെയും മുഖപത്രമായി അധപ്പതിക്കും. ആ രണ്ടിലും നമുക്ക് ഇപ്പൊ അറിയണം. അങ്ങേരോട് എന്റെ വർത്തമാനം പറഞ്ഞിട്ട് ബാക്കി കാര്യം. ആഹാ, എന്നാ നമുക്ക് അങ്ങനെ ചെന്ന് കാണാം. അതിനെന്താ? അല്ല, കിഴക്കണം. അതെ, ഞാൻ വന്നാൽ ശരിയാവത്തില്ല. ചൂടായ എന്നെ പിടിച്ച കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടിലും ഒന്നിച്ചു പോയാൽ. അതൊന്നും പറ്റില്ല. നമുക്ക് 3 പേർ കൂടെ ഒരുമിച്ച് പോയി കാണാം. അല്ല, ഞാൻ വരുന്നു. പക്ഷേ ഒരു പക്ഷേ ഇല്ല. ശരി. എന്താ ഇവർക്കെന്തോ പറയാനുണ്ടെന്ന്. ആ രഞ്ജിനിയുടെ ഫീച്ചർ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് സാറ് പറഞ്ഞതിന്റെ കാരണം ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോൾ ഞാൻ സമാധാനം പറഞ്ഞോളാം. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കല്ലേ. അരി എത്രാന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറയല്ലേ സാറേ? സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കുന്നുണ്ട്. MDയുടെ അനുവാദത്തോടുകൂടിയ ഞങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത്. അത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ മാർഗം നോക്കേണ്ടി വരും. MDക്ക് വെറും പണം മുടക്കം മാത്രമേ ഉള്ളൂ. മാറ്റർ പത്രത്തിൽ വരുന്നതിന് മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാ. ഞാനിത് പ്രസിദ്ധീകരിക്കില്ല. സാർ അങ്ങനെ വാശി പിടിക്കരുത്. ഈ മാറ്റർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആരും ജോലി ചെയ്യില്ല. നാളത്തെ പത്രം ചിലപ്പോൾ ഇറങ്ങില്ലെന്ന് വരും. ഭീഷണിപ്പെടുത്താണോ? അല്ല, കാര്യം പറഞ്ഞതാ. എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ പേന ചലിച്ചില്ലെങ്കിൽ ഇവിടുന്ന് പത്രം ഇറങ്ങില്ല. Will you please get out? Yes, we are moving out. But for your information, sir, from this moment onwards, we are starting a pen down strike.